അപ്പോൾ എല്ലാ ആഴ്ചത്തെയും പോലെ ഈ ശനിയാഴ്ച കുറച്ച് നേരത്തെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കാര്യം വേറൊന്നുമല്ല, 11 മണിക്ക് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പേ കോട്ടയം എത്തണം. അങ്ങനെ ഒരു 9:30 ആയപ്പോഴത്തേന് ട്രെയിൻ കോട്ടയം എത്തി. കോട്ടയത്ത് വന്ന് ഫുഡ് കഴിച്ചു. കാരണം വേറൊന്നുമല്ല, വിശന്ന് കഴിഞ്ഞാൽ ഞാനല്ലാണ്ടാകുകയും സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഒരു 2 മണിയൊക്കെ കഴിയും. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കയറാമെന്ന് വെച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അഭിലാഷിലെത്തി. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. സമയം ഇഷ്ടം പോലെ കിട്ടി കേട്ടോ. ഇനി സിനിമയെ പറ്റിയുള്ള അഭിപ്രായം പറയാം. സിനിമ ഈ പറയത്തക്ക രീതിയിലുള്ള അത്ര ഒരു ഹൈപ്പൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കഥയും കഥാതന്തുവും നേരത്തെ അറിയാമെന്നുകൊണ്ടായിരിക്കാം അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. പിന്നെ പടം മൊത്തത്തിൽ ഒരു ലാഗാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം വിനായകൻ്റെ ക്യാരക്ടറും വിനായകൻ അത് കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയാണ്. മെഗാസ്റ്റാറിനൊപ്പം അല്ലാന്നുണ്ടെങ്കിൽ മെഗാസ്റ്റാറിന് ഒരു പടി മുകളിൽ നിന്നെന്ന് വേണം പറയാനായിട്ട്. ഒന്നും പറയാനില്ല. ക്ലൈമാക്സിന് മുമ്പുള്ള കുറച്ച് സീനൊക്കെ വിനായകൻ്റെ ഡയലോഗൊക്കെ നമ്മൾ അറിയാണ്ട് കൈയടിച്ചു പോകും കേട്ടോ. ഞാൻ കൈയടിച്ചു, എനിക്ക് ഒരു രോമാഞ്ചവും വന്നു. അത് മാത്രമാണ് ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത്. വിനായകൻ ഒരു രക്ഷയുമില്ല, നന്നായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ എന്താ, പിന്നെ വീട്ടിലെ വിശേഷങ്ങൾ. പടമൊക്കെ കഴിഞ്ഞ് 2 മണിയോട് അടുപ്പിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പം അവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കുറേ നാളുകൾക്ക് മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4-5 എണ്ണത്തിനെ മേടിച്ചു. അതിൽ അവശേഷിക്കുന്നത്